കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗായത്രി വീണ്ടും സുധീഷിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാ. അവിടെ ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് നീതു എത്തുകയാ. ആ നീതു എന്ന് ഹരീഷ് വിളിക്കേ. ഹരീഷേ, നീ ആദ്യം കൈ കഴുകിയിട്ടിരിക്കെ, ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞവൾ ഷോപ്പിനകത്തേക്ക് കയറി ഇരിക്കുമ്പോഴേക്കും ഹരീഷ് കൈ കഴുകുകയാ. അവൻ അവളുടെ അരികിലേക്ക് ചെന്നിരിക്കുമ്പോഴേക്കും അവൾ ബാഗിൽ നിന്ന് താൻ കൊണ്ടുവന്ന കൊഴുക്കട്ടയെടുത്ത് ഹരീഷിന് കൊടുക്കുകയാ. അമ്മയുണ്ടാക്കിയതാ, ഞാൻ കാണാണ്ട് എടുത്തോണ്ട് വന്നതാ എന്നവൾ പറയേ. വല്ല വിഷവും വെച്ചിണ്ടാവോ എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് കൊണ്ടുവരുന്നതാണെന്നറിഞ്ഞ അതിലുറപ്പായും വിഷം വെച്ചനെ എന്ന് നീതു പറയേ. അതിപ്പോ നിനക്കായാലും വെക്കാലോ, അമ്മാതിരി അടിയല്ലേ നടക്കണേന്ന് ഹരീഷും. ഇത് പക്ഷേ എന്റെ തല്ലിപ്പൊളി ആങ്ങളയില്ലേ, അവൻ പറഞ്ഞുണ്ടാക്കിയതാ, സോ ഉറപ്പായിട്ടും കഴിക്കാമെന്ന് നീതു ഗ്യാരണ്ടി നൽകുകയാ. അവനത് ആസ്വദിച്ച് കഴിക്കുന്നു നോക്കിയിരിക്കുന്ന നീതുവിനോട് അവൻ പറയുന്നുണ്ട്. സാധാരണ വന്ന എന്തേലും പറഞ്ഞു വഴക്കിടാറാണല്ലോ പതിവ്, ഇന്ന് സമാധാനത്തോടെ ഇരിക്കുന്നത് കണ്ട് നോക്കിയതാണെന്ന്. വഴക്കിടുന്നത് ദേഷ്യപ്പെടുന്നുണ്ടല്ലേ എന്ന് നീതു. ഞാൻ ദേഷ്യപ്പെട്ട അത് മാറണമെങ്കിൽ സമയം തരണം, അതല്ലാതെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കരുത്, അപ്പൊ പിന്നെ എങ്ങനെ ദേഷ്യം കുറയുമെന്ന് ഹരീഷൻ ചോദിക്കുക. അത് ഇഷ്ടം കൊണ്ടല്ലേ ഹരീഷേ, എനിക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന് വല്ല പിടിയുമുണ്ടോ, പറ എന്ന് നീതു ചോദിക്കേ. ഞാൻ എന്ത് പറയാനെന്ന് ഹരീഷും. എന്നാലും ഒന്ന് പറ എന്ന് നീതു വീണ്ടും ചോദിക്കേ. എനിക്ക് ഈ ക്ലീശേ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അറിയില്ലെന്ന് ഹരീഷും. ഒരാളോട് ഇത്ര ഇഷ്ടമാണെന്ന് പറയുന്നത് ക്ലീശയാണോ എന്നവൾ ചോദിക്കേ. എടി, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, അതിനൊരളവ് പറയുമ്പോഴാ അത് ക്ലീശയാവുന്നത് എന്ന് ഹരീഷും പറയുന്നുണ്ട്. അങ്ങനെയാവുമ്പോ ഇഷ്ടമുള്ള ആളോടൊപ്പമല്ലേ നമ്മൾ എന്നും നിൽക്കുക എന്നവൾ ചോദിക്കേ. ഒരു സംശയവുമില്ലെന്ന് ഹരീഷും. എന്നാ നമുക്കിടയിൽ ഒരു പ്രശ്നം വന്നാ ഞാനോ നിന്റെ വീടോ എന്നൊരു ഓപ്ഷൻ വന്നാ നിന്റെ ഓപ്ഷൻ എന്തായിരിക്കുമെന്ന് നീതു ചോദിക്കുന്നുണ്ട്. ആ പൊളിഞ്ഞു വീഴാറായ വീട് എന്തായാലും എന്റെ സെലക്ഷൻ ആവില്ല എന്നവൻ പറയേ. വീടെന്ന് പറഞ്ഞ കെട്ടിടമല്ല ഉദ്ദേശിച്ചത്, വീട്ടുകാരെ. ഉദാഹരണത്തിന് ഞാനോ നിന്റെ ചേട്ടനോ എന്ന ഓപ്ഷൻ വന്നാ എന്നവൾ ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും ഹരീഷ് അവളെ കടുപ്പിച്ചു നോക്കുകയാ. അത് കണ്ട് നീതുവും സംസാരം നിർത്തി. അന്നത്തെ പ്രശ്നം എന്റെ ഉള്ളിൽ ഇപ്പോഴും കിടന്ന് നീറുവാണ്. ഞാൻ കാരണം നിന്റെ ചേട്ടന്റെ കല്യാണം മുടങ്ങിപ്പോയി എന്ന് കേട്ടപ്പോ പറ, ഞാനോ നിന്റെ ചേട്ടനോ എന്ന ഓപ്ഷൻ വന്നാ നീ ആരുടെ കൂടെ നിൽക്കും എന്നവൾ വീണ്ടും ചോദിക്കേ. എടി, ഏട്ടനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ നീതു എന്ന് ഹരീഷൻ ചോദിക്കുക. വിട്ടുകളയണമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാ നീ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്നാ ചോദിച്ചേ എന്നവൾ ചോദിക്കേ. എടി, സുഭാഷ് ഏട്ടന് ഞങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്, പാവം എന്ന് ഹരീഷും. സോ ഞാനോ നിന്റെ വീട്ടുകാരോ എന്ന ചോദ്യം വന്നാ നീ വീട്ടുകാരെന്നേ പറയുള്ളൂ അല്ലേ എന്നവൾ ചോദിക്കേ. ഹരീഷും പറയുന്നുണ്ട്. എടി, നീ ഭക്ഷണം എടുത്ത് കൈ തന്നിട്ട് തൊണ്ടേന്ന് ഇറങ്ങണ മുന്നേ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കല്ലേ നീതു എന്ന്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുന്ന നീതുവും. നീ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ പോവാൻ നോക്ക്. ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് ഹരീഷും പറയുകയാ. ഞാൻ വഴക്കിടില്ല, പറ എന്ന് നീതുവും. എനിക്ക് നിന്നെ അറിയാലോ നീതു എന്ന് ഹരീഷ് പറയേ. ഉറപ്പായും വഴക്കിടില്ല, പറഞ്ഞോ എന്ന് നീതുവും. കഴിച്ചു കഴിഞ്ഞ ഹരീഷും എഴുന്നേറ്റ് എടി നീ പോവാൻ നോക്ക് എന്ന് പറയേ. പറ ഹരീഷേ പ്ലീസ് എന്ന് നീതു. എടി, എനിക്ക് വീട്ടുകാർ തന്നെ പ്രധാനം, അവരെ എങ്ങനെ തള്ളി പറയും എന്ന അവന്റെ മറുപടികൾക്ക് നീതുവിന്റെ മുഖം വാടുകയാ. ദേ, മുഖം മാറിയത് കണ്ടില്ലേ, ഇനി എന്താ ഉണ്ടാവുക പറയണോ. നീ ഇവിടുന്ന് പോവും, വീട്ടിൽ ചെന്ന് ഫോൺ ചെയ്ത് എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കും. വഴക്കുണ്ടാക്കാൻ ഒരു കാരണം കണ്ടെത്താനല്ലേ നീ നടക്കുന്നത്. എടി, നീ എന്നെയാണോ ഞാനുമായി ഉണ്ടാക്കുന്ന വഴക്കിനെയാണോ സ്നേഹിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വിഷയം സംസാരിച്ചു വന്നാൽ അത് വഴക്കാവുമെന്നോർത്ത് ഒഴിഞ്ഞുമാറി നടക്കാൻ നോക്കിയാൽ കൂടി മനഃപൂർവ്വം അതിലേക്ക് കൊണ്ടെത്തിക്കാൻ നീ നോക്കൂ എന്നവൻ കുറ്റപ്പെടുത്തേ. വഴക്കിടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, വഴക്കിടുന്നില്ല പോരെ, പക്ഷേ എനിക്കിപ്പോ ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് നീതു അവിടുന്ന് പോവുകയാണ്. വീട്ടിലേക്കുള്ള നടത്തത്തിനിടയിലും നീതു ടെൻഷനോടെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്നെ സന്തോഷിപ്പിക്കാനെങ്കിലും അവൻ എന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞുകൂടായിരുന്നു. നിധി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും അച്ഛനും ഉമ്മറത്തെ കട്ടിലിൽ മൂടി പുതച്ച് കിടക്കുകയായിരുന്നു. നീതു അരികിലേക്ക് ചെന്ന് അച്ഛ എന്ന് വിളിക്കെ. എന്തുവായെന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. രാവിലെ ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ചായിരുന്നോ എന്നവൾ ചോദിക്കേ. ഓ എന്നച്ഛൻ മറുപടി പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണോ മരുന്ന് കഴിച്ചത് എന്നവൾ വീണ്ടും ചോദിക്കേ. അതെ എന്ന് അച്ഛനും. അപ്പോഴേക്കും നികേഷും അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛന്റെ നെറ്റിയിലൊന്ന് തൊട്ട് ചൂടിനൊരു കുറവുമില്ലല്ലോ, നമുക്കെന്നാ ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് നിധി ചോദിക്കുക. അതൊന്നും വേണ്ട മോളേന്ന് അച്ഛനും. അടുത്തു തന്നെ ഒരു ക്ലിനിക് ഉണ്ട് എന്ന് നിധി വീണ്ടും നിർബന്ധിക്കേ. ക്ലിനിക് ഒന്നും വേണ്ട, നീ ഓഫീസിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, ചെന്ന് കൈയും കാലും കഴുകി കാപ്പി ഉണ്ടാക്കി കഴിക്കേ, ചെല്ലു മോളെ എന്നച്ഛൻ പറയേ. നിധി അടുക്കളയിലേക്ക് ചെന്ന് കാപ്പി ഉണ്ടാക്കാനായി തുടങ്ങും. നികേഷും അങ്ങോട്ട് വന്നിരുന്ന് ചായ ഉണ്ടാക്കാൻ ഹെൽപ്പ് വേണം, പഞ്ചസാര ടിൻ എടുത്തു തരിക, അരിപ്പ എടുത്ത് ചായ ഊറ്റുക തുടങ്ങിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നവൻ പറയേ. തൽക്കാലം വേണ്ട, നിന്റെ മോഡൽ എക്സാം എന്തായി എന്ന് നിധി ചോദിക്കുന്നുണ്ട്. പാസ്സാവും എന്ന് നികേഷ് പറയേ. എപ്പോ നോക്കിയാലും പാസ്സാവും എന്നല്ലാതെ നല്ല മാർക്ക് കിട്ടുമെന്ന് എന്താ പറയാത്തതെന്ന് നിധിയും. ഞാനൊക്കെ പഠിക്കുന്നത് പാസ്സാവാൻ വേണ്ടിയല്ലേ, ടോപ്പ് സ്കോറേഴ്സ് ആവാൻ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്, നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ
എന്ന് നികേഷ് പറയേ, നിനക്ക് UPSC എക്സാം എഴുതാൻ ട്രൈ ചെയ്തൂടെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതെന്തിനാ, IAS ആവാനാ എന്ന് നികേഷും. ആ നല്ലതല്ലേ എന്ന് നിധി ചോദിക്കേ. പിന്നെ കുപ്പത്തൊട്ടിയിൽ നിന്നൊരു കളക്ടർ കുട്ടി, ആഹാ നല്ല ടൈറ്റിലോടുകൂടി ഒരു വാർത്ത വരും അല്ലേ എന്ന് നികേഷും ചോദിക്കും. ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, അങ്ങനെ ആയിന്ന് വെച്ചോ. സർക്കാർ വക വീട്, കാറ്, നല്ല ശമ്പളം, ഗൺമാൻ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നറിയോ. ഇന്ന് ഞാൻ ഓഫീസിലിരുന്ന് അതൊക്കെ ആലോചിക്കായിരുന്നു എന്ന് നിധി പറയേ. ഓ അപ്പൊ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലേ. ഇങ്ങനെയുള്ള മണ്ടത്തരം ആലോചിച്ചിരിക്കാനാണോ അവര് മാസം ശമ്പളം തരുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഓഫീസുകളിൽ ജോലി കിട്ടാനുള്ള പഠിപ്പല്ലേ നല്ലത് എന്നവൻ ചോദിക്കുന്നയാൾക്ക് നിധിയും ദേഷ്യത്തോടെ, ദേ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, കേട്ടല്ലോ എന്ന് പറയേ. തമാശ പറയാനും സമ്മതിക്കില്ലെന്ന് നികേഷും പറയുന്നു. ഏട്ടത്തിക്ക് അത്ര നിർബന്ധമാണോ എന്നവൻ ചോദിക്കേ. ട്രൈ ചെയ്തു നോക്കിക്കൂടെ എന്ന് നിധി പറയേ. ശരി, ഒരു തവണ ട്രൈ ചെയ്തു നോക്കാം എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ നിധിക്കും സന്തോഷമാവുകയാണ്. അവൾ ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് നികേഷിന് കൊടുത്ത് ഒരു ഗ്ലാസ് ചായയുമായി അച്ഛന്റെ അരിയിലേക്ക് പോവുകയാണ്. അവൾ അച്ഛനെ എഴുന്നേൽപ്പിച്ചിരുത്തി ചായ കൊടുക്കുകയാണ്. പിന്നീട് അവൾ തന്റെ ബാഗിൽ നിന്ന് താൻ അച്ഛനായി വാങ്ങിച്ച ബണ്ണെടുത്ത് ഒരെണ്ണം കൊടുത്ത്, ദാ അച്ഛ ഇതും കൂട്ടി കഴിക്കുക എന്ന് പറയേ. നീ വരുമ്പോ വാങ്ങിച്ചതാ? എന്തിനാ മോളെ, എനിക്ക് വേണ്ട, വായ കഴിച്ചിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നച്ഛൻ പറയേ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, കഴിക്കേ ദാ എന്ന് പറഞ്ഞ് നിധി വീണ്ടും നിർബന്ധിക്കേ. എനിക്ക് വേണ്ടി എന്തിനാ മോളെ ഇതൊക്കെ? ഞാൻ ഇവിടെ കിടക്കുന്നത് പോലും ആരും മൈൻഡ് ചെയ്യാറില്ല, പിന്നെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. സംസാരം നിർത്തിയിട്ട് ഇത് കഴിക്കാൻ ഇടിക്കെന്ന് നിധി വീണ്ടും നിർബന്ധിക്കേ. അച്ഛൻ അത് വാങ്ങുകയാ. തൂണും ചാരി നിൽക്കായിരുന്ന നികേഷും അതും കൊടുത്ത് എടുത്തേക്ക് ഇങ്ങ് പോന്നൂടെ, ആവശ്യമുണ്ടെങ്കിൽ കഴിക്കും എന്ന് പറയേ. നീ മിണ്ടാതിരിക്കുന്ന അവനെ വഴക്ക് പറഞ്ഞ് അച്ഛൻ കഴിക്കാൻ നോക്കും എന്നവൾ പറയുമ്പോഴേക്കും അച്ഛന് ബണ്ണ് കഴിക്കാൻ തുടങ്ങുക. അവൾ അപ്പോഴേക്കും തന്റെ മൊബൈൽ എടുത്ത് സുധീഷിനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾ നികേഷിനോടായി പറയുന്നുണ്ട്, സുധീഷിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണല്ലോ, ഓഫ് ചെയ്യാത്തതാണല്ലോ എന്ന് പറയുന്നവൾക്ക്. ഓഫോ എന്ന് ചോദിച്ച് നികേഷ് തന്റെ മൊബൈലിൽ നിന്നും വിളിച്ചു നോക്കുന്നുണ്ട്. സ്വിച്ച് ഓഫാ, എന്താ കാര്യം എന്ന് നികേഷ് ചോദിക്കേ. വരുമ്പോ തെർമോമീറ്റർ വാങ്ങി വരാൻ പറയണമായിരുന്നു, ഞാനത് പറയാൻ മറന്നുപോയി എന്നവൾ പറഞ്ഞു നിർത്തുമ്പോഴേക്കും സുധീഷ് ടാക്സിയുമായി അങ്ങോട്ട് എത്തുന്നുണ്ട്. ഉമ്മറത്തേക്ക് കയറുന്ന സുധീഷും നിധിയൊന്നു നോക്കി എന്ത് പറ്റിയെന്ന് ചോദിക്കേ. പനി മാറിയിട്ടില്ല, നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടോ. എന്തിനാ വിളിച്ചത് എന്ന് സുധീഷ് ചോദിക്കേ. വരുമ്പോ ഒരു തെർമോമീറ്റർ വാങ്ങി വരാൻ, പനിക്കൊരു കുറവുമില്ലെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും പിന്നെ എനിക്ക് വേറെ പണി ഇല്ലാത്തോണ്ടല്ലെന്ന് പറഞ്ഞ് സുധീഷ് അകത്തോട്ട് കയറി പോവുകയാണ്. നിധിയും പുറകെ നികേഷും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവൾ പോയി കഴിയുമ്പോഴേക്കും അച്ഛനും ബണ്ണും ചായയും കഴിക്കുന്നത് നിർത്തി വീണ്ടും മൂടി പുതച്ച് കട്ടിലേക്ക് കിടക്കുകയാണ്. ഹാളിലേക്ക് ചെന്ന നികേഷും, സുധീഷ് ഏട്ടാ എന്തിനാ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നേ എന്ന് ചോദിക്കേ. ചാർജ് ഇല്ലെന്ന് പറഞ്ഞു അവൻ റൂമിലേക്ക് പോവുകയാ. ചാർജ് ഇല്ലെന്നോ എന്ന് ചോദിച്ച് നികേഷ് സുധീഷിന്റെ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴേക്കും ഫോൺ ഓൺ ആണല്ലോ, ചാർജും ഉണ്ട്. ആ ഫ്ലൈറ്റ് മോഡിലാണല്ലേ, സംതിങ് ഫിഷി എന്ന് പറഞ്ഞവൻ നിൽക്കുമ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. നികേഷേ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും എഴുതി ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ച് നികേഷും പുറകെ ചെല്ലുന്നുണ്ട്. ഞാൻ കടയിൽ പോയിട്ട് വരാം എന്ന് നിധി പറയേ. എന്തിനെന്ന് നികേഷും. തെർമോമീറ്റർ വാങ്ങാൻ എന്ന് നിധി പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന സുധീഷും എന്തിനപ്പം നിധി പോകുന്നെന്ന് ചോദിക്കുന്നുണ്ട്. പനി കുറവുണ്ടോന്ന് നോക്കണ്ടേ എന്ന് നിധി ചോദിക്കേ. അതിപ്പോ അറിഞ്ഞിട്ട് ഇയാൾക്ക് എന്തിനാ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കേ. ഞാൻ ഇയാളെ പോലെ അല്ലാത്തോണ്ട് എന്നവൾ പറയുന്നത് കേൾക്കെ അച്ഛനും പറയുന്നുണ്ട്, അതൊക്കെ മാറിക്കോളും മോളേന്ന്, ചാവാനുള്ള പനിയൊന്നുമില്ല, ഇനി ചത്താലും ആരും സങ്കടപ്പെടാനും ഇല്ലെന്ന് അവിടെ ചോദിച്ചില്ല എന്ന് അച്ഛനോടായി പറഞ്ഞ് ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് നികേഷിനോടായി പറഞ്ഞു. നിധി പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് തടഞ്ഞ് നിക്ക് നിധി ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. നിങ്ങളല്ലേ പറ്റില്ലെന്ന് പറഞ്ഞേ എന്ന് നിധി ചോദിക്കേ. എന്ന് വെച്ച് ഇയാൾ പോകാതിരിക്കില്ലല്ലോ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞവൻ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും എടുത്തി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നികേഷ് നിധിയോടായി പറയുന്നുണ്ട്. അവൾ സംശയത്തോടെ എന്ത് എന്ന് ചോദിക്കുക. നികേഷിന്റെ കയ്യിൽ നിന്ന് തന്റെ മൊബൈലും വാങ്ങി സുധീഷ് ഇറങ്ങി പോവുകയാണ്. സുധീഷിയുടെ ഫോണിൽ ചാർജ് ഇല്ലെന്ന് പറഞ്ഞ് ഓഫായി എന്നല്ലേ പറഞ്ഞത്, പക്ഷേ ഫോണിൽ ഫുൾ ചാർജാ, ഫ്ലൈറ്റ് മോഡിലാണെന്ന് മാത്രം എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ. ഈ വക അന്വേഷണത്തിന് നല്ല മിടുക്കനാണല്ലോ, ആ നേരം കൊണ്ട് ഒന്ന് കടയിൽ പോയി വരാമെന്ന് പറയാൻ തോന്നിയില്ലല്ലോ എന്ന് നിധി കുറ്റപ്പെടുത്തുന്നു. ഏട്ടത്തി എന്ന് പറഞ്ഞവൻ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും നിധി തടഞ്ഞ് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മനുഷ്യന് തോന്നാം, എന്ന് വെച്ച് അതൊരു പകയാക്കി വളർത്തരുത് എന്ന് പറഞ്ഞവൾ അകത്തേക്ക് കയറി പോവുക. അവിടെ ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്ന സുഭാഷും തന്റെ പണിക്കാരന് നിർദ്ദേശം നൽകുകയാ. ഗോവിന്ദേട്ടാ വെള്ളം അടിച്ച് കിടന്നുറങ്ങരുത്, പറഞ്ഞേക്കാം എന്ന് പറയേ. ഇല്ലെന്ന അയാളും. പിന്നെ എല്ലാ സാധനങ്ങളും ആ മോളിലെ മുറിയിൽ പൂട്ടി വെച്ചിട്ട് വേണം കിടക്കാൻ എന്ന് സുഭാഷ് പറയേ. കിടന്നിട്ടെന്ത് കാര്യം, കൊതു കിടത്തി ഉറക്കണ്ടേ എന്ന് ഗോവിന്ദേട്ടനും. പിന്നെ ഒരു തിരി വാങ്ങിച്ചു വെച്ചാൽ മതി, ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ക്യാഷ് കൊടുത്ത് സുഭാഷ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ചാന്ദിനി അങ്ങോട്ട് കയറി വരുന്നത്. ചാന്ദിനി അല്ല നീ എന്ത് ഈ നേരത്ത് എന്ന് സുഭാഷ് ചോദിക്കും. ഞാൻ നേരത്തെ വന്നു, നിങ്ങൾ ജോലി ചെയ്യുകയായിരുന്നു എന്നവൾ പറയുന്നവൾക്ക്. ഓ നേരത്തെ വന്നു, അവിനാശിനെ കാണാൻ വന്നതാണോ? അവൻ നേരത്തെ പോയല്ലോ എന്ന് സുഭാഷും പറയുന്നുണ്ട്. നെഹി ആപ്കോ ദേഖ്നെ കെ ലിയേ എന്ന് ചാന്ദിനി പറയുന്നുണ്ട്. അത് കേട്ട് സുഭാഷ് പുഞ്ചിരിയോടെ നിൽക്കുമ്പോഴേക്കും സുഭാഷിന് ഗുലാബ് ജാമുനും കൊണ്ട് വന്നതാണെന്ന് അവൾ ഹിന്ദിയിൽ പറയുന്നു. ഗുലാബ് ജാം ഞാനേ കൈ ഒന്ന് കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് സുഭാഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ട മേരെ പാസ്
സ്പൂണുണ്ട് എന്ന് പറഞ്ഞവൾ താൻ ഗുലാബ് ജാമുൻ കൊണ്ടുവന്ന പാത്രത്തിന്റെ മൂടി തുറക്കും. പക്ഷെ അത് വാങ്ങാനായി നിൽക്കുന്നുണ്ടെങ്കിലും അവൾ തടഞ്ഞ് അവൾ തന്നെ അതൊരു സ്പൂണിലെടുത്ത് സുഭാഷിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവനത് കഴിച്ചുകൊണ്ട് ബഹുത് അച്ചാ ഹേ എന്ന് പറയുമ്പോൾ അവൾ ഒരു ചിരിയോടെ വീണ്ടും അവന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് തരാനാണോ ഈ സമയത്ത് വന്നത്? അല്ല, തിരിച്ചെങ്ങനെ പോകുമെന്ന് സുഭാഷ് ചോദിക്കുന്നു. നടന്നു പോവും എന്നവൾ പറയേ. അത് വേണ്ട, ഒറ്റയ്ക്ക് പോകണം, ഞാനും കൂടി വരാം, വാ എന്ന് സുഭാഷ് വിളിക്കും. അവൾ ആ പാത്രം മൂടി അത് സുഭാഷിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ സുഭാഷ് തന്റെ സൈക്കിളുമായി ചാന്ദിനിയുമൊത്ത് റോഡിലൂടെ നടന്നു വരികയാണ്. അവൻ ചുറ്റുപാട് നോക്കി. അതെ, മഴ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, വാ സൈക്കിളിൽ പോവാൻ, കേറിക്കോ എന്ന് പറഞ്ഞ് സൈക്കിളിലേക്ക് കയറുമ്പോഴേക്കും ചാന്ദിനിയും മുന്നിലിരിക്കാൻ കയറാനായി വരുന്നുണ്ട്. അയ്യോ, ഇവിടെയല്ല, പുറകിലിരുന്നാ മതിയെന്ന് സുഭാഷ് പറയുന്നുണ്ടെങ്കിൽ നെഹി ഇതർ എന്ന് പറഞ്ഞ് അവന്റെ കൈ മാറ്റി ചാന്ദിനി മുൻപിലേക്ക് ഇരിക്കുകയാണ്. സൈക്കിളിന്റെ മുമ്പിലേക്ക് കയറിയിരുന്ന അവൾ പ്രണയത്തോടെ സുഭാഷിനെ നോക്കുമ്പോഴേക്കും അല്ല, പുറകിലിരുന്നാ പോരെ എന്ന് സുഭാഷൻ ചോദിക്കുന്നു. അതിന് മറുപടിയൊന്നും പറയാതെ അവൾ പുഞ്ചിരിയോടെ സൈക്കിളിന്റെ ബെല്ലടിക്കുമ്പോഴേക്കും സുഭാഷ് അവളെയും കൊണ്ട് സൈക്കിൾ ഓടിച്ചു പോവുകയാണ്. ആ സമയത്താണ് സുനന്ദയും അമ്മയും റോഡിലൂടെ നടന്നു വരുന്നത്. നിന്നെ അശ്വിൻ വിളിച്ചായിരുന്നോ എന്ന് ലളിത സുനന്ദയോടായി ചോദിക്കും. വിളിച്ചിരുന്നു എന്ന് സുനന്ദ പറയുന്നുണ്ട്. തിരിച്ചു ചെല്ലാൻ പറഞ്ഞോ എന്നവർ വീണ്ടും ചോദിക്കും. ഇല്ല, എന്നാ വരികയെന്ന് ചോദിച്ചു, ഞാൻ പറയാന്ന് പറഞ്ഞു എന്നവൾ പറയേ. അല്ല, അവന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ലളിതയും ചോദിക്കുന്നു. അമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ. അശ്വിന്റെ അമ്മ ഒരു പാവ, അമ്മ വിചാരിക്കും പോലെ ഒരാളൊന്നുമല്ല. അവരുടെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിലേ ഉറപ്പായും വഴക്കായനെ എന്നവൾ പറയുന്നത് ഇഷ്ടമാവാതെ, ഓ അല്ലെങ്കിലും നിനക്ക് എന്നെയല്ലേ പിടിക്കാത്തത്? ഏതായാലും നിനക്ക് അവിടെ സുഖാന്നുള്ളതിലാ എനിക്ക് സന്തോഷം. നീ വേണ്ടെന്ന് പറഞ്ഞ കല്യാണമല്ലേ, ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിച്ചവർ നടന്നു വരുമ്പോഴാണ് സുനന്ദ ആ കാഴ്ച കാണുന്നത്. ചാന്ദിനിയെയും മുന്നിലിരുത്തി സൈക്കിൾ ഓടിച്ചു വരുന്ന സുഭാഷിനെ അവൾ സന്തോഷത്തോടെ അമ്മയോടായി, അമ്മേ ദേ നോക്കിയേ സുഭാഷേട്ടൻ എന്ന് പറയേ. ലളിത അവരെ ശ്രദ്ധിച്ച്, കൂടെ ഒരു പെണ്ണുമുണ്ടല്ലോ, അതാ ഹിന്ദിക്കാരിയല്ലേ, ഇവളല്ലേ അന്ന് ആ തറവാട്ടമ്പലത്തിലേക്ക് വന്നത് എന്ന് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അതെ, അവള് തന്നെ, ഇവര് തമ്മിൽ സെറ്റാവുമെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു എന്ന് സുനന്ദ പുഞ്ചിരിയോടെ പറയുന്ന കേൾക്കേ. അതെങ്ങനെ, അവള് ഹിന്ദിക്കാരിയല്ലേ എന്ന് അമ്മയും ചോദിക്കും. അതിനിപ്പോ എന്താ, തമ്മിൽ ഇഷ്ടാണെങ്കിൽ നല്ലതല്ലേ എന്ന് സുനന്ദ ചോദിക്കുന്ന കേൾക്കേ. പക്ഷെ ഈ സമയത്ത് അവൻ അവളെ എവിടേക്കാവും സൈക്കിളിലിരുത്തി കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നവർ ഒരു റോഡിലൂടെ തിരിഞ്ഞു പോകുമ്പോഴേക്കും അമ്മ ചോദിക്കുന്നത് കേൾക്കേ. അമ്മ ഇനി അതിനെപ്പറ്റി കഥയുണ്ടാക്കണ്ട, എത്രയും വേഗം അവരുടെ കല്യാണം നടന്ന മതിയായി. പാവം സുഭാഷേട്ടൻ എന്ന് സുനന്ദയും പറയുന്നുണ്ട്. അവൻ കെട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്താടി എന്നമ്മ ദേഷ്യത്തോടെ ചോദിക്കേ. ഒരുപാട് തവണ മുടങ്ങിയതല്ലേ, ഇനി ഇതെങ്കിലും ശരിയാവട്ടെ, എന്നിട്ട് സന്തോഷമായി ജീവിക്കട്ടെ. അമ്മ വായെന്ന് വിളിച്ച സുനന്ദ അമ്മയെയും കൂട്ടി നടക്കാൻ തുടങ്ങുകയാ. അവിടെ ഹാളിലെ ചെയറിലിരുന്ന് റേഡിയോയിൽ പാട്ടും വെച്ച് അതിനൊത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുക ഭാസ്കരൻ. അപ്പുറത്തെ സൈഡിലെ ചെയറിൽ സുധീഷും വിഷമത്തോടെ ഇരിപ്പുണ്ട്. സുധീഷും നികേഷും എല്ലാം ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. ചായ ചൂടാറ്റിക്കൊണ്ട് അങ്ങോട്ടെത്തുന്ന നിധിയും സുധീഷിനെ ശ്രദ്ധിച്ച്, എന്താടാ നിന്റെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്നേ എന്ന് ചോദിച്ച് പെട്ടെന്ന് മുഖം തിരിക്കുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് നോക്കുന്നുണ്ട്. നിധി പെട്ടെന്ന് നികേഷിനെ നോക്കുന്നത് കണ്ട് എന്റെയോ എന്നവൻ ചോദിക്കുന്നുണ്ട്. അതേടാ നിന്റെ എന്ന് നിധി പറയുന്നത് ശ്രദ്ധിച്ച് ഹരീഷും അതേടാ നിന്നെ പറ്റിയാ പറഞ്ഞേ, കേൾക്കണില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷിന്റെ മൊബൈൽ വീണ്ടും റിങ് ചെയ്യുകയാണ്. അവൻ അതെടുത്ത് നോക്കുമ്പോഴേക്കും നിധി വീണ്ടും മുഖം കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് അവനെ നോക്കി പറയുന്നതിൽക്കെ സുധീഷ് വീണ്ടും മുഖത്ത് കൈവച്ച് നോക്കുകയാ. നിധി അപ്പോഴേക്കും തെർമോമീറ്ററും എടുത്ത് അച്ഛന്റെ അരികിലേക്ക് ചെന്ന്, അച്ഛാ ഇത് വായിൽ വെക്കാനാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ വാ തുറക്കുന്നുണ്ട്. നിധി അച്ഛന്റെ വായിൽ തെർമോമീറ്റർ വെച്ച് പനി എത്രയുണ്ടെന്ന് നോക്കി, ആ കുറഞ്ഞിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ പറയേ. അച്ഛനും പറയുന്നുണ്ട്, നീ ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല മോളെ, പനി വരും പോകുമെന്ന്, ഇപ്പോഴത്തെ പനി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് പോകുമെന്ന് നിധിയും. ഓട്ടേന്നെ നമ്മളായിട്ട് പിടിച്ചു നിർത്തിയിട്ട് എന്തിനാ എന്നച്ഛൻ പറയേ. എല്ലാരും ഒരു ദിവസം പോകും എന്ന് വെച്ച് ആരും അതിനെ മെനക്കെട്ട് ശ്രമിക്കാറില്ലല്ലോ എന്നവൾ ചോദിക്കുന്നവൾക്കെ. ബെറ്റ്, അപ്പോ ആത്മഹത്യ ചെയ്യുന്നതോ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ അത് ചെയ്യണം, രോഗത്തിന് ചികിത്സിക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്, ചിരിക്കാതെ ഇത് കുടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ അച്ഛന് നേരെ ഒരു ഗ്ലാസ് നീട്ടി നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗായത്രിയെ ലവ് ആണെന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഗായത്രിയുടെ ബോയ് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്ന് സുധീഷിനെ ചോദ്യം ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഹരീഷ് സുധീഷിനെ കുറ്റപ്പെടുത്തുന്നതും നികേഷിന്റെ കൂടെ ഗായത്രി സുധീഷിന്റെ വീട്ടിലേക്ക് എത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.